ഒന്ന് രണ്ട് തവണ ചെയ്ത് നോക്കിയിട്ട് ഷോർട്സ് ഫിക്സ് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഓരോ ഷോർട്സും ചെയ്യുന്നുണ്ടോ? അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ? റിങ്ങിന്റെ അകത്തുള്ള ഷൂട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേസിക്കലി ആക്ഷൻ കൊറിയോഗ്രാഫർ മിസ്റ്റർ ജോഫിൽ അദ്ദേഹം ഇവിടെ ഉണ്ട്. സർ കൈവക്കുക പ്ലീസ്. അദ്ദേഹമാണ് നമ്മുടെ ബോക്സിംഗ് കൊറിയോഗ്രാഫി ഡിസൈൻ എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവരെല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുള്ള ജോഫിൽ തന്നെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ മിസ്റ്റർ ജിംഷി ഖാലിദ് ഇവിടെ ഉണ്ട്. ഇവർ രണ്ടുപേർക്കുമാണ് അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിന്നെ അത്രയും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള കൊറിയോഗ്രാഫി കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, ഇവർക്ക് ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സുഹൃത്തുക്കളും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മളിലൂടെ വളരെയധികം കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഇവരെക്കാൾ കൂടുതലായിട്ട് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യും, കുറച്ചെങ്കിലും പ്രൊഫഷണലായിട്ട് ബോക്സിങ്ങിനെ ഫോളോ ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഈ സിറ്റുവേഷനിൽ. കാരണം അവരൊന്നും ഇല്ലാതെ നമുക്കിത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ സെലക്ഷൻ ചെയ്യുന്നതിന് ഒരു ടൈം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ അപ്പുറത്തേക്ക് അവരുടെ സിനിമ വിജയിക്കുള്ളൂ. അതെങ്ങനെയായിരുന്നു അവരെ ഒരു സെലക്ഷനിലേക്ക് എങ്ങനെയാണ് പോയത്? അവരെ സെലക്ട് ചെയ്യാൻ പറ്റിയത് എല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ബോക്സിംഗ് സഹജമായിട്ടുള്ള എല്ലാ നമ്മളുടെ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുകയും നമുക്കെല്ലാം കളക്റ്റീവായിട്ട് ചെയ്തത് എല്ലാം ജോഫിലാണ്. ജോഫിലിന്റെ സുഹൃത്തുക്കളുടെയും ഗ്രൂപ്പിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കേരളത്തിന്റെ ഡിഫറെന്റ് ഏരിയകളിൽ നിന്നുള്ള ഫൈറ്റേഴ്സ് ആണ് അവരെല്ലാവരും. അതിൽ യദു, സനു, വൈഷ്ണവ്, അക്ബർ അവരെല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതിൽ കൂടാതെ അനഘയുടെ ഓപ്പോസിറ്റ് ഫൈറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന പെൺകുട്ടി, അവരിപ്പോ മെരികോം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. സോ ഇത്രയും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി ബോക്സിംഗ് അറിയാവുന്ന ആളുകളുടെ ഇൻവോൾവ്മെന്റ്. ചെയ്യുന്ന സമയത്ത് മമ്മൂക്കയാണ് അഭിനയിക്കുന്നത്. അതിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഏത് വിധത്തിലുള്ള ഷോർട്സും ചോദിക്കാം, എത്ര നേരം വേണമെങ്കിൽ അദ്ദേഹത്തിനോട് ഇനിയും കൂടുതൽ എന്താണ് ചെയ്യാനുള്ള സാധ്യതകൾ ചോദിക്കും. പിന്നെ നസ്ലിനെ പോലുള്ള ഒരു ആക്ടർ ഉണ്ടാകുമ്പോൾ അവിടുത്തെ സൗകര്യം എന്താ? നസ്ലൻ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം. യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഈ ഇപ്പൊ പറയപ്പെടുന്ന ഈ ജനറേഷൻ ഗ്യാപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓവർകം ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് പോയിന്റ്സ് ആണ്. യങ്സ്റ്റേഴ്സ് ആണ്, അവരുടെ എനർജി, അവരുടെ ടൈം എല്ലാം മീൻസ് ഈ സിനിമയ്ക്കും എനിക്കും കിട്ടിയ പ്ലസ് പോയിന്റ്സ് ആണ്. ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ ആലപ്പുഴ ജിംഖാന പോലെ ഇത്രയും ആളുകളുള്ള സിനിമ, ഇപ്പൊ ഈ സിനിമയുടെ ഒരു പ്രത്യേകത നസ്ലൻ ഒരു നായക സ്ഥാനത്തുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒന്നിനൊന്ന് മികച്ച റോളുകളാണ് റൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും പേരുള്ള സിനിമ, ഇത്രയും നല്ല റോളുകളുള്ള ആളുകളുള്ള സിനിമ, ക്രൗഡുള്ള സിനിമയൊക്കെ ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ചലഞ്ചിങ് ആണ്? അതായത് ചോദ്യം, ഇപ്പോൾ ഒരു സീനിനകത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ്, അതായത് 5ഉം 6ഉം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ്, ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള ആക്ടേഴ്സ് തമ്മിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ നമ്മളത് കമ്പോസ് ചെയ്യും? 1-2 പേര് വർത്താനം പറയുന്നത് പോലെ അല്ലല്ലോ എന്നുള്ളതായിരുന്നു. യെസ്, അത് ഒരു നല്ല ചോദ്യം തന്നെയാണ്. ഈ പടം തുടങ്ങിയ സമയത്ത് ഞാൻ റഹ്മാൻ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൺസ് നമ്മൾ ഒരു ലൊക്കേഷനിൽ തന്നെ ഇന്റീരിയർ, എസ്പെഷ്യലി ഇന്റീരിയർ, എനിക്ക് തോന്നുന്നു ജിമ്മാണെന്ന് തോന്നുന്നു, നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, റഹ്മാൻ ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുവാണ്. പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉള്ള പ്രിപ്പറേഷൻ നടത്തുമ്പോൾ പോലും നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു മിനിറ്റ് സീനാണെങ്കിൽ നമ്മൾ ആ ഷൂട്ട് തീരുമ്പോഴും നമ്മൾ 1 മിനിറ്റിലേക്കുള്ള കണ്ടന്റ് ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും പേരുള്ളപ്പോൾ വി ഹാവ് ടു എക്സ്ചേഞ്ച് ലൈക്ക് ലോട്ട് ഓഫ് ഷോട്ട്സ്. എല്ലാവരുടെയും ഷോട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും സജഷൻസിലും വൈഡും 3/4 ഷോട്ടുകളും ഇൻഡിപെൻഡന്റ് ഷോട്ടുകളും ക്ലോസപ്പുകളും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അത് ഇനിഷ്യലി ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. ഇനിഷ്യലി ഇൻ ദ സെൻസ് സെക്കൻഡ് ഷെഡ്യൂളിലാണ് ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ ആക്ഷൻ സീക്വൻസ് ആണ് ഷൂട്ട് ചെയ്തത്. മോർ ടോക്കി സീൻസും ഇവരുടെ കോമ്പിനേഷൻസ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്ന സീൻസ് നമ്മൾ ചെറിയ ലൊക്കേഷൻസിലൊക്കെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിനാണ്. ബട്ട് ഗ്രാജുവലി നമ്മളത് ട്വീക്ക് ചെയ്തു എന്ന് വേണം പറയാൻ. നമ്മളെല്ലാ ആർട്ടിസ്റ്റിനെയും വിളിച്ചിട്ട് തന്നെ നമ്മൾ ഒരു സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും
ഇന്ന ആൾ ഇവിടെ ഇരിക്കൂ അല്ലെങ്കിൽ ഇന്ന ആൾ അവിടെ നിന്നാൽ മതി എന്ന് പറയുന്ന പോലെ അല്ല. നമ്മൾ എല്ലാ ആക്ടേഴ്സിനെ വെച്ചിട്ട് ആ സ്പോട്ടിൽ സ്ക്രീൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും ഐ മീൻ അവർക്കൊരു ലിബർട്ടി നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു. എടാ ഇതിപ്പോൾ നിങ്ങൾ എവിടെ ഇരിക്കുക, ഞാൻ ഇങ്ങനെ ഇരുന്നോളാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്ന ഒരു പ്ലേസ്മെന്റിൽ നമ്മളത് ട്വീക്ക് ചെയ്തെടുത്തു എന്ന് വേണം പറയാൻ. താങ്ക് യു, ഗുഡ് ക്വസ്റ്റ്യൻ. താങ്ക് യു. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷൻ ഡിഫറെന്റ് ആയിട്ടുള്ള